നമസ്കാരം. അർദ്ധരാത്രിയിൽ അയോധ്യയുടെ തെരുവുകളിലൂടെ ഒരു മഞ്ഞ നിറമുള്ള രാക്ഷസരൂപം ഇരമ്പി പാഞ്ഞു വരികയാണ്. അതെ, ഒരു ബുൾഡോസർ. ആ ശബ്ദം കേട്ട് സാധാരണക്കാരല്ല, മറിച്ച് കോടികൾ അനധികൃതമായി സമ്പാദിച്ച് കൊട്ടാരങ്ങളിൽ സുഖിച്ചുറങ്ങിയ അഴിമതിക്കാരാണ് ഞെട്ടിവിറച്ചുണർന്നത്. കാരണം ആ വരുന്നത് വെറും ഒരു യന്ത്രമായിരുന്നില്ല, അത് അധർമ്മത്തിന്റെ വേരറുക്കാൻ യോഗി ആദിത്യനാഥ് അയച്ച നീതിയുടെ ചക്രമായിരുന്നു. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം വെറുമൊരു കല്ലും സിമന്റും കൊണ്ട് പണിതുയർത്തിയ കെട്ടിടമല്ല, അത് കോടിക്കണക്കിന് ഭക്തരുടെ നൂറ്റാണ്ടുകളായുള്ള കാത്തിരിപ്പിന്റെയും കണ്ണീരിന്റെയും ചോരയുടെയും പ്രതീകമാണ്. ഓരോ ഹൈന്ദവന്റെയും ഹൃദയമിടിപ്പാണ് ആ പുണ്യഭൂമി. ഭക്തർ തങ്ങളുടെ അധ്വാനത്തിന്റെ വിഹിതം ഭഗവാന് സമർപ്പിക്കുന്നത് ആത്മീയമായൊരു നിർവൃതിക്കാണ്. ആ പുണ്യപണത്തിൽ ഭഗവാന്റെ കാണിക്ക വഞ്ചിയിൽ കൈയിട്ടവനെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്ത രീതി നിങ്ങൾ അറിഞ്ഞിരുന്നോ? ഒരു ഭരണാധികാരിയുടെ ഇടിമുഴക്കമായിരുന്നു അത്. അധർമ്മത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്ന ഒരു യഥാർത്ഥ നായകന്റെ ദൃഢനിശ്ചയമാണ് അവിടെ രാജ്യം കണ്ടത്. പണം മോഷ്ടിച്ചവൻ കോടികൾ മുടക്കി പണിത കൊട്ടാരം തകർക്കാൻ വേണ്ടി യോഗി സർക്കാർ ബുൾഡോസർ ഇറക്കിയപ്പോൾ നിയമം ആർക്കും ഒരുപോലെയാണെന്ന വലിയ സത്യം അയോധ്യയുടെ മണ്ണിൽ ചരിത്രമായി എഴുതപ്പെടുകയായിരുന്നു. പണവും സ്വാധീനവും ഒക്കെ ഉണ്ടെങ്കിൽ നിയമത്തിന്റെ കണ്ണിൽ പൊടിയിട്ട് രക്ഷപ്പെടാമെന്ന് കരുതിയവർക്കുള്ള ശക്തമായ പ്രഹരമായിരുന്നു അത്. ക്രിമിനലുകളുടെയും അഴിമതിക്കാരുടെയും ഒക്കെ നെഞ്ചിലേക്ക് കയറിയിറങ്ങിയ ആ ബുൾഡോസർ സാധാരണക്കാരന് നിയമവ്യവസ്ഥയിലുള്ള വിശ്വാസം ഇരട്ടിയാക്കി മാറ്റി. ഇവിടെ നമ്മുടെ കേരളത്തിൽ ഒരു കള്ളനോ അഴിമതിക്കാരനോ പിടിക്കപ്പെട്ടാൽ എന്താണ് സംഭവിക്കുക? ആ കള്ളൻ ഒളിച്ചിരിക്കുന്നത് തന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിയുടെ നിഴലിലാകും. പാർട്ടിക്കാർ അവനെ വിശുദ്ധനായി പ്രഖ്യാപിക്കും. സമൂഹ മാധ്യമങ്ങളിൽ ന്യായീകരണ തൊഴിലാളികളെ ഇറക്കും. വക്കീൽ പടയൊക്കെ അണിനിരത്തി കോടതികളെ തടസ്സപ്പെടുത്തും. കേസ് പിന്നെ വർഷങ്ങളോളം നീട്ടിക്കൊണ്ടുപോകും. ഒടുവിൽ ജയിലിൽ സകല ആഡംബരങ്ങളോടെയും ഒരു സുഖവാസമൊക്കെ ഒന്ന് കഴിഞ്ഞ് അവൻ വീണ്ടും വരും, ഇരട്ടി ശക്തിയിൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ. ഇതല്ലേ നമ്മൾ കേരളത്തിൽ ദിനം പ്രതി കണ്ടുവരുന്നത്? സഹകരണ ബാങ്ക് തട്ടിപ്പുകളിലും പ്രളയ ഫണ്ട് അട്ടിമറിയിലും നമ്മൾ കണ്ടത് ഇതേ രാഷ്ട്രീയ സംരക്ഷണമാണ്. എന്നാൽ ഉത്തർപ്രദേശിൽ കഥ വേറെയാണ്. അവിടെ തെറ്റ് ചെയ്താൽ രാഷ്ട്രീയ ബന്ധം നോക്കാതെ സൂര്യൻ അസ്തമിക്കും മുൻപേ ശിക്ഷ ഉറപ്പ്. യോഗിയുടെ ബുൾഡോസർ അവിടെ വെറും ഒരു യന്ത്രമല്ല, അത് അഴിമതിയുടെ വേരറക്കുന്ന ഒരു പ്രതീകമാണ്. നീതിയുടെ ചക്രം വേഗത്തിൽ തിരിയുമെന്നതിന്റെ തെളിവാണ്. കുറ്റവാളികൾക്ക് ഭരണകൂടത്തെ ഭയമുണ്ടാകുമ്പോൾ മാത്രമേ ഒരു സംസ്ഥാനത്ത് സമാധാനവും പുരോഗതിയും ഒക്കെ ഉണ്ടാകൂ എന്ന് UP തെളിയിക്കുന്നു. ആലോചിച്ചു നോക്കൂ, ലവ്കുഷ് മിശ്ര എന്ന ആൾ 1 കോടി രൂപയുടെ കൊട്ടാരം പണിതത് എവിടത്തെ പണം കൊണ്ടാണ്? ഭക്തർ തങ്ങളുടെ ജീവിതത്തിലെ സമ്പാദ്യത്തിൽ നിന്ന് അല്പാൽപമായി മാറ്റിവെച്ച് വിശപ്പ് സഹിച്ചും കടം വാങ്ങി ഭഗവാൻ ശ്രീരാമന് നൽകിയ പണം. ആ പണമാണ് അവൻ അടിച്ചു മാറ്റി സ്വന്തം ആഡംബരത്തിനായി ഉപയോഗിച്ചത്. ഇത് കേവലം ഒരു സാമ്പത്തിക കുറ്റകൃത്യമല്ല, കോടിക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനകളെയും വിശ്വാസത്തെയും വഞ്ചിക്കലാണ്. ഒരു വിശ്വാസി സമൂഹത്തിന് ഇത് സഹിക്കാനാവുമോ? എന്നിട്ടും എന്തേ UPയിൽ കലാപങ്ങളില്ലാത്തത്? കാരണം ലളിതമാണ്. അവിടെ യോഗി എന്ന കർക്കശക്കാരനായ ഭരണാധികാരിയുണ്ട്. ഭക്തർക്കറിയാം നടപടിയെടുക്കാൻ അധികം കാത്തിരിക്കേണ്ടി വരില്ലെന്ന്. തെറ്റ് ചെയ്താൽ ആരായാലും സഹിഷ്ണുത എന്ന പേരിൽ വെറുതെ വിടില്ലെന്ന് അവർക്ക് ഉറപ്പുണ്ട്. നിയമം കയ്യിലെടുക്കാൻ ജനങ്ങൾ മുതിരാത്തത് ഭരണകൂടം കൃത്യമായി നീതി നടപ്പാക്കുന്നു എന്നതുകൊണ്ട് മാത്രമാണ്. അതാണ് യോഗി നീതി. ചില മനുഷ്യാവകാശവാദികളും രാഷ്ട്രീയക്കാരുമൊക്കെ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് വീട് പൊളിക്കുന്നത്? അത് പാവങ്ങൾക്ക് കൊടുത്തുകൂടെ? കേൾക്കാൻ നല്ല ഭംഗിയുള്ള ചോദ്യം. എന്നാൽ ഈ വീട് അനധികൃതമായി സമ്പാദിച്ച പണം കൊണ്ട് നിർമ്മിച്ചതാണ്. അഴിമതിയിലൂടെയും കൊള്ളയിലൂടെയും ഒക്കെ ഉണ്ടാക്കുന്ന ഒന്നിനും ഈ നാട്ടിൽ സ്ഥാനമില്ലെന്ന് പ്രഖ്യാപിക്കേണ്ടതുണ്ട്. നിയമത്തെയും കോടതികളെയും വക്കീലന്മാരെയും ഒക്കെ വെച്ച് വർഷങ്ങളോളം തോൽപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് ബുൾഡോസറിനെ തോൽപ്പിക്കാൻ കഴിയില്ലല്ലോ. പെട്ടെന്നുള്ള ഇത്തരം കടുത്ത നടപടികൾ മറ്റുള്ളവർക്ക് ഒരു വലിയ മുന്നറിയിപ്പാണ്. ഒരുപക്ഷെ ആ വീട് പൊളിച്ചില്ലെങ്കിൽ അടുത്ത തവണ അവൻ ഇരട്ടി വേഗതയിൽ കൊള്ള നടത്തുമായിരുന്നു. ഞാൻ പിടിക്കപ്പെട്ടാലും എൻ്റെ സ്വത്തുക്കൾ സുരക്ഷിതമായിരിക്കുമെന്ന ചിന്തയാണ് കള്ളന്മാർക്ക് ധൈര്യം നൽകുന്നത്. ആ ധൈര്യത്തിന്റെ അടിവേരറക്കുകയാണ് യോഗി ചെയ്തത്. അഴിമതിക്കാരന് നൽകുന്ന ചെറിയ വിട്ടുവീഴ്ച പോലും വരും തലമുറയ്ക്കുള്ള വെല്ലുവിളിയാണ്. അധർമ്മത്തിന്റെ അടിത്തറയിൽ പണിത കൊട്ടാരത്തിന് ആയുസ്സില്ലെന്ന് കാലം ഇവിടെ തെളിയിക്കുന്നു. ലവ്കുഷ് മിശ്ര ജന്മം കൊണ്ട് ബ്രാഹ്മണനാണ്. എന്നിട്ടും ഒരു ജാതി സംഘടനയും അവന് വേണ്ടി വക്കാലത്തുമായി വന്നില്ല. എന്തുകൊണ്ട് അവർ മൗനം പാലിക്കുന്നു? അതാണ് UPയിൽ വന്ന വലിയ മാറ്റം. വിശ്വാസി സമൂഹം ഇന്ന് ഉണർന്നിരിക്കുന്നു. അവർ ജാതിയേക്കാൾ മുകളിൽ ധർമ്മത്തെ കാണുന്നു. അഴിമതിക്കാരൻ സ്വന്തം ജാതിയിലോ മതത്തിലോ പെട്ടവനായാലും അവനെ തള്ളിപ്പറയാൻ ഇന്ന് വിശ്വാസികൾ മടിക്കുന്നില്ല. കുറ്റവാളിക്ക് ജാതിയില്ലെന്ന യാഥാർത്ഥ്യം ജനങ്ങൾ ഉൾക്കൊണ്ടു കഴിഞ്ഞു. ഇതാണോ നമ്മൾ കേരളത്തിൽ കാണുന്നത്?
ഇവിടെ അഴിമതിക്കാരൻ സ്വന്തം പാർട്ടിക്കാരനോ മതക്കാരനോ ഒക്കെ ആണെങ്കിൽ അവനെ വെള്ളപൂശാൻ സഖാക്കളും അണികളും എത്ര വേഗമാണ് ചാനൽ ചർച്ചകളിൽ വന്ന് നിലവിളിക്കുന്നത്. നാണമില്ലേ നിങ്ങൾക്ക്? സ്വന്തം താല്പര്യങ്ങൾക്കായി അഴിമതിയെയും കൊള്ളയെയും ന്യായീകരിക്കുമ്പോൾ നിങ്ങൾ അപമാനിക്കുന്നത് ഈ നാടിന്റെ നീതിബോധത്തെയാണ്, വരും തലമുറയുടെ ഭാവിയെയാണ്. ഈ ട്രസ്റ്റ് അംഗങ്ങളുടെ രാജിയെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ നാം കണ്ടതാണ്. അയോധ്യയിലെ രാമക്ഷേത്രം കോടിക്കണക്കിന് വിശ്വാസികളുടെ വികാരമാണ്. അവിടെ ഒരു ചെറിയ രൂപത്തിലുള്ള തിരിമറി പോലും സഹിക്കാനാവില്ല. ഉന്നത സ്ഥാനത്തിരിക്കുന്നവരായാലും ശരി, സന്യാസി വര്യന്മാരായാലും ശരി, തെറ്റ് ചെയ്താൽ നടപടി നേരിടണം. അയോധ്യയിൽ നടക്കുന്നത് കേവലം ഒരു അഴിമതി കേസ് അന്വേഷണമല്ല, ഇതൊരു ആത്മശുദ്ധീകരണമാണ്. വിശ്വാസികളുടെ പണത്തിന് പൂർണ്ണ സുരക്ഷയുണ്ടെന്ന് ഉറപ്പാക്കാനുള്ള യോഗി സർക്കാരിന്റെ കർശനമായ ഇടപെടലാണിത്. തെറ്റിനെ രാഷ്ട്രീയമായി കാണാതെ ധാർമ്മികമായി കാണാൻ നമ്മൾ പഠിക്കണം. വിശ്വാസം എന്നത് ചിലർക്ക് പണം കൊയ്യാനുള്ള ബിസിനസ് അല്ല, അതൊരു വലിയ ഉത്തരവാദിത്തമാണ്. ഓരോ പൈസയും ഭക്തരുടേതാണ്. അത് ദുർവ്യയം ചെയ്യുന്നത് ദൈവദ്രോഹവും മഹാപാതകവുമാണ്. കേരളീയ സമൂഹം ഇന്ന് ഗൗരവമായി ചിന്തിക്കുകയും തിരിച്ചറിയുകയും വേണം. അഴിമതിക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന ഒരു സർക്കാർ എങ്ങനെയായിരിക്കണമെന്ന്. പ്രസംഗങ്ങളിൽ മാത്രം അഴിമതി വിരുദ്ധത പറയുകയും പ്രവൃത്തിയിൽ അഴിമതിക്കാരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന രീതി മാറണം. യോഗിയുടെ ഭരണം വെറുമൊരു ഭരണമല്ല, അതൊരു പാഠമാണ്. അഴിമതി നടത്തുമ്പോൾ ലഭിക്കുന്ന സുഖകരമായ ഒരു ജീവിതം ഒരു നാൾ തകർക്കപ്പെടുമെന്ന ബോധം കുറ്റവാളികളിൽ ഉണ്ടാവണം. ആ ഭയം കുറ്റവാളികളിൽ ഉണ്ടാക്കിയെടുക്കാൻ ഇവിടുത്തെ ജനങ്ങൾക്കും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് മുകളിൽ ചിന്തിക്കുന്ന ഒരു നേതൃത്വത്തിനും സാധിക്കണം. അയോധ്യയിൽ നടന്നത് ഒരു തുടക്കം മാത്രമാണ്. രാജ്യമെമ്പാടും അഴിമതിക്കെതിരെ ഇത്തരത്തിലൊരു ബുൾഡോസർ സംസ്കാരം വളർത്തിയെടുക്കണം. അപ്പോഴാണ് നമ്മുടെ രാജ്യം ശരിയായ അർത്ഥത്തിൽ പുരോഗമിക്കുക. നമുക്ക് ചുറ്റുമുള്ള അഴിമതിയുടെ അഴുക്കുചാലിനെ ഇത്തരം ബുൾഡോസർ ശസ്ത്രക്രിയയിലൂടെ മാത്രമേ നീക്കം ചെയ്യാൻ കഴിയൂ. നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്ന് തെളിയിക്കുമ്പോൾ മാത്രമേ ഭരണകൂടത്തിന് അതിന്റെ അന്തസ്സും ആധികാരികതയും കൈവരികയുള്ളൂ. യോഗിയുടെ UP-യിൽ നടക്കുന്നത് ആ മാതൃകയാണ്. നമ്മൾ കേരളത്തിൽ ഇനിയും എത്ര കാലം ഈ അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന ജീർണിച്ച രാഷ്ട്രീയ സംസ്കാരത്തിന് കാവൽ നിൽക്കും? അയോധ്യയിലെ നടപടി ഒരു കണ്ണാടിയാണ്. അതിൽ നോക്കി സ്വന്തം മുഖം വൃത്തിയാക്കാൻ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം തയ്യാറാകണം. അഴിമതി തുടച്ചു നീക്കപ്പെടണം. അതാണ് യഥാർത്ഥ ധർമ്മം. അഴിമതിക്കെതിരായ ഈ പോരാട്ടം ജയിക്കേണ്ടതുണ്ട്. കാരണം ഈ രാജ്യം നമ്മുടേതാണ്. ഇതിന്റെ ഓരോ ചില്ലിക്കാശും സാധാരണക്കാരന്റെ ചോരനീരാണ്. അഴിമതി തുടച്ചു നീക്കാൻ ശക്തമായ നിയമങ്ങളും അവ വിട്ടുവീഴ്ചയില്ലാതെ നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തിയുള്ള ഭരണാധികാരികളും അനിവാര്യമാണ്. യോഗി ആദിത്യനാഥിന്റെ ഈ ബുൾഡോസർ നീതി ഒരു താൽക്കാലിക നടപടിയല്ല, മറിച്ച് അഴിമതിക്കാരെ ഭയപ്പെടുത്തുന്ന ഒരു ശക്തമായ സന്ദേശമാണ്. നമ്മുടെ രാജ്യത്തെ ഖജനാവ് പാവപ്പെട്ടവരുടേതാണ്. അത് തട്ടിയെടുക്കുന്ന ഒരു കുറ്റവാളിക്കും ഈ മണ്ണിൽ സുഖമായി ഉറങ്ങാൻ കഴിയില്ല എന്ന അവസ്ഥയുണ്ടാവണം. അയോധ്യയിലെ രാമക്ഷേത്ര സംഭവം വെറും ഒരു വാർത്തയല്ല, അതൊരു വലിയ പാഠമാണ്. ജാതിമത ഭേദമന്യേ അഴിമതിക്കെതിരെ ഒന്നിക്കുന്ന ഒരു പ്രബുദ്ധ സമൂഹത്തെയാണ് നമ്മൾ അവിടെ കാണുന്നത്. അഴിമതിയില്ലാത്ത ഇന്ത്യ എന്നത് ഒരു വിദൂര സ്വപ്നമല്ല, അത് യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു ആത്മവിശ്വാസമാണ് എല്ലാവർക്കും വേണ്ടത്. അഴിമതിക്കാരെ താലോലിക്കുന്ന പൊള്ളയായ മതേതരത്വത്തെക്കാൾ അഴിമതിക്കാരനെ പിഴുതെറിയുന്ന ധർമ്മമാണ് രാജ്യത്തിന് ആവശ്യമെന്ന് ഭാരതീയർ തിരിച്ചറിയുകയാണ്. അയോധ്യയിലെ രാമക്ഷേത്രം ഭാരതത്തിന്റെ അഭിമാനമാണ്. ഓരോ അഴിമതിക്കാരന്റെയും കട്ടിലിൽ ബുൾഡോസർ എത്തുമ്പോൾ അഴിമതിരഹിത ഭാരതം സാക്ഷാത്കരിക്കപ്പെടുന്നു. നിയമത്തെ മാനിക്കുന്നവരും നീതിക്കായി ദാഹിക്കുന്നവരും ഒത്തുചേരുമ്പോൾ മാത്രമേ ഒരു രാജ്യം ഉന്നതിയിലേക്ക് ഉയരുകയുള്ളൂ. ഇത് നമ്മൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. മറ്റൊരു പ്രധാന വിഷയവുമായി ഞാൻ വീണ്ടും വരാം. നന്ദി.